മഹാനബിതങ്ങൾ മദീനയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക സഹാബത്തിന്. ആ സദസ്സിലേക്കാണ് ഒരു മുതല്ലിമിന്റെ രൂപത്തിൽ ഒരാൾ കയറി വരുന്നു. നല്ല തലപ്പാവ്, താടി, വെള്ള വസ്ത്രം. അദ്ദേഹം വന്നിട്ട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. സഹീഹ് ഹദീസാണ്, ബുഖാരി മുസ്ലിം ഹദീസാണിത്. റസൂലുള്ളാഹിക്ക് സലാം പറയാണ്. റസൂൽ സലാം അടക്കി. അദ്ദേഹം വളരെ അതവോടുകൂടി മഹാനബിതങ്ങളുടെ അടുത്ത് സംസ്കാരത്തിൽ ഇഫ്താർ ഇരിക്കുന്നുണ്ടല്ലോ, അത് വളരെ അതവ്. ഒരു മുതല്ലിം എങ്ങനെയാണോ ഒരു ഉസ്താദിന്റെ അടുത്ത് ഇരിക്കുന്നത്, എങ്ങനെ ആദരവോടെ ഇരിക്കും, അങ്ങനെ ഒരു തഅ്ലീമോടുകൂടി മഹാനായ ആ മനുഷ്യൻ അവിടെ ഇരുന്നു. എന്നിട്ട് ഒരുപാട് ചോദ്യം നടത്തുക റസൂലുള്ളാഹിനോട് ചോദിക്കാൻ. ആദ്യം ചോദിച്ചു, മൽ ഈമാൻ യാ റസൂലല്ലാഹ്. ഈമാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നബിതങ്ങള്. അടുത്ത് ചുമൽ ഇസ്ലാം യാ റസൂലല്ലാഹ്. ഇസ്ലാം കാര്യം പറഞ്ഞു കൊടുത്തു. ഇത് നമ്മൾ വേറെ വിശദീകരിക്കേണ്ടതാണ്. നമ്മൾ മൂന്നാമത്തെ ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിന്നീട് അദ്ദേഹം ചോദിച്ചു, മൽ ഇഹ്സാൻ യാ റസൂലല്ലാഹ്. ആ സമയത്ത് നബിതങ്ങൾ എന്ത് പറഞ്ഞു? അൻത അബ്ദു റബ്ബക കഅന്നക തറാഹ് ഫഇല്ലൻ തകുൻ തറാഹു ഫഇന്നഹു യറാക. ഈമാൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞു, ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം ചോദിക്കുന്നു, മൽ ഇഹ്സാൻ യാ റസൂലല്ലാഹ്. ഇഹ്സാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ നബിതങ്ങൾ മറുപടി എന്താണ്? അൻത അബ്ദു റബ്ബക കഅന്നക തറാഹ് ഫഇല്ലൻ തകുൻ തറാഹു ഫഇന്നഹു യറാക. അൻത അബ്ദു റബ്ബക, നീ അല്ലാഹു തആലക്ക് ഇബാദത്ത് എടുക്കലാണ്. കഅന്നക തറാഹ്, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ. അതാണ് ഫസ്റ്റ് ക്വാളിറ്റി. മനസ്സിലായില്ലേ? ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ദർജ ഊല. എന്താണ്? അത് ആരിഫീങ്ങൾക്കും മഹാത്മാക്കൾക്കും കഴിയുള്ളൂ. അള്ളാഹുവിനെ കണ്ടിട്ട് ഇബാദത്ത് എടുക്കാൻ. റബ്ബിനെ അള്ളാഹുവിനെ കണ്ടിട്ട് ഇബാദത്ത് എടുക്കാൻ. എന്നിട്ട് രണ്ടാമത്തെ ദർജ സാനിയ പറയുന്നത്, ഫൈലൻ തെക്കും തറാഹു, നിന്റെ കണ്ണുകൊണ്ട് അള്ളാഹിനെ കാണുന്നില്ലെങ്കിൽ ഫൈന്നഹു യറാക, അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന് ബോധമുണ്ടായിരിക്കണം. നിനക്ക് അള്ളാഹെ കാണാൻ പറ്റില്ലെങ്കിൽ നിന്നെ അള്ളാഹു കാണുന്നുണ്ട്. അത് രണ്ടാമത്തെ. ഒന്നാമത്തെ അള്ളാഹുവിനെ നേരിട്ട് മനസ്സിലായില്ലേ? അവിടെ ഇതാണ് ഏറ്റവും ഇബാദത്തിന്റെ മർമ്മപ്രധാനമായ ലക്ഷ്യതാണ്. മനസ്സിലായി? ഇതുകൊണ്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇപ്പൊ ഇതിൽ നമ്മൾ പറയേണ്ടതല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാല്, ഇങ്ങനെ അള്ളാഹുവിനെ കണ്ട് ഇബാദത്ത് എടുക്കാൻ പറ്റുന്ന ഒരു മാർഗത്തിലേക്ക് നമ്മൾ ചെറിയ നിർദ്ദേശമാണ്. ഇതിന് കാമില രൂപം നമ്മൾ പറയുന്നില്ല. മനസ്സിലായില്ലേ? ഇതിനേക്കാളും അത് വിശദീകരിക്കാൻ പറ്റും എത്രയോ ആളുകൾ വേറെ കാണാം. നമുക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. മനസ്സിലായി പറയുന്നത്? അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട്. കാരണം ഉസ്താദ് ഒരുപാട് പ്രാവശ്യം ഇത് ക്ലാസ് എടുത്തിട്ടുണ്ട്, നല്ല പരിചയമുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ത്വഹാറത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട അതൊരു മർമ്മപ്രധാന വിഷയം. മർമ്മപ്രധാന വിഷയം ത്വഹാറത്തിൽ ബദനും ത്വഹാറത്തിൽ നഫ്സും. രണ്ട് ശുദ്ധീകരണം. മാന ഗസാലി അല്ലാഹു തആല പറയുകയുണ്ടായി, നിങ്ങൾ മുഖം കഴുകി, കരങ്ങൾ കഴുകി, കാല് കഴുകി, അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒന്നും കാമിലെന്ന് പറയാൻ പറ്റൂല. നിങ്ങളുടെ നഫ്സിന് ത്വഹാറത്ത് വേണോ? നഫ്സിന് തഹാറത്തുണ്ടെങ്കിലേ ആ തഹൂറായ നഫ്സ് പരിശുദ്ധനായി റബ്ബിലേക്ക് കണക്ട് ആകാൻ പറ്റുള്ളൂ. ഇതുപോലെ നമ്മൾ ഈ ഇലക്ട്രിക്കിന്റെ കണക്ഷൻ പോലെ. മനസ്സിലായി പറയുന്നത്? നമ്മളിപ്പോ ഈ വയറിങ്ങൊക്കെ അറിയുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. കപ്പാസിറ്റി കുറഞ്ഞ വയറ് കപ്പാസിറ്റി കൂടെ വയറിലേക്ക് ജോയിൻ ചെയ്ത് അങ്ങനെ ഉണ്ടാവും, കത്തിപ്പോവും. മനസ്സിലായി? അപ്പൊ ഈ കണക്ഷൻ കൊടുക്കപ്പെടുന്ന വസ്തു എന്തിരിക്കണം, അതിനെന്ത് വേണം? അത്രയും ത്വഹാറത്ത് വേണം. അപ്പൊ എത്ര ഇതിന് ത്വഹാറത്ത് ഉണ്ടാകുന്ന അത്രയും ഈ കണക്ഷൻ എന്താക്കും? പവർ കൂടും. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരത്തിലേത്? ത്വഹാറത്ത്. മനസ്സിലായില്ലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ ശുദ്ധി. തഹാറത്ത് എന്ന് പറയാൻ ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവണം. രണ്ട് ശുദ്ധിയാണ് മനുഷ്യന് വേണ്ടത്. ഒന്ന് ശരീരത്തിന്റെ ശുദ്ധിയും വേണം, ആത്മാവിന്റെ ശുദ്ധിയും വേണം. ഈ രണ്ട് ശുദ്ധി ഉണ്ടെങ്കിലേ അള്ളാഹുമായി കണക്കണം. അതായത് അള്ളാഹു ഉദ്ദേശിച്ച ശുദ്ധി കൊണ്ടേ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒക്കത്തുള്ളൂ എന്നാണ് ഉസ്താദ് പറഞ്ഞതിന്റെ സാരം മനസ്സിലാക്കുക. ഇത് സത്യത്തില് നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുമായി നടത്തിയ ഒരു മുനാജാത്താണ്. അതെ, അഭിമുഖ സംഭാഷണമാണ്. കറക്റ്റ് റബ്ബ് നമ്മളെ മുമ്പിലുണ്ട്. അതെ, അള്ളാഹുമായി ഒരു സംഭാഷണത്തിനുള്ള ഒരു അവസരം
അള്ളാഹു നമുക്ക് തന്നിരിക്കുകയാണ്. അതെ, അത് മാത്രമല്ല, ഇതിൽ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാറുണ്ട്. മഹാനബിത്തങ്ങള് ഇസ്രായേലിന്റെ സമയത്താണല്ലോ, മിറാജിന്റെ സമയത്താണല്ലോ. ഇസ്രാ മിറാജിന്റെ മിറാജ് റസൂലുള്ള ഏകാശത്തിലേക്ക് പോയി അല്ലേ, അള്ളാഹുമായി കണ്ടുമുട്ടി. അങ്ങനെ അവസാനം അവിടെ വെച്ചിട്ടാണ് അള്ളാഹു നിസ്കാരം തുടങ്ങി വെക്കുന്നത്. അതല്ലേ, മനസ്സിലായില്ല? അതുകൊണ്ടാണ് അത്തഹിയാത്ത് 50 നിസ്കാരം അള്ളാഹു തആല നബിതങ്ങൾക്ക് നൽകുകയും മൂസാ നബി ഇസ്ലാമെ കണ്ടു. അത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പലവട്ടം 9 പ്രാവശ്യം പോയി. അങ്ങനെ 5 വക്താക്കി ചുരുക്കുകയും ആ 5 വക്ത് 50 വക്തിന്റെ കൂലി കൊടുക്കുകയും ചെയ്തു അള്ളാഹു തആല. അപ്പൊ അതുകൊണ്ട് തന്നെ നിസ്കാരത്തെ അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തുലില്ലാ കണ്ടോ. ആ തിരുമുൽക്കാഴ്ച റബ്ബിന്റെ മുമ്പിൽ അർപ്പിക്കുന്ന, അപ്പോൾ യഥാർത്ഥത്തിൽ എന്ത് വേണം നിസ്കരിക്കുന്ന സമയത്ത് ഈ ഒരു അനുഭവം കൂടെ അവിടെ ഉണ്ടായിരിക്കണം. അള്ളാഹുവുമായി നടത്തുന്ന ഒരു മുനാജാത്ത്. അപ്പൊ മഹാനാ നബിത്തങ്ങൾ ഏത് രീതിയിലാണ് റബ്ബിനോട് ഈ അത്തഹിയാത്ത് അർപ്പിച്ചത്? ആ ഒരു അവസരം അവിടെ ഉണ്ടാവുമല്ലോ. റബ്ബ് നമ്മളെ മുമ്പിലുണ്ട്, റസൂൽ നമ്മുടെ അടുത്തുണ്ട്, മനസ്സിലായേ? റസൂൽ നമ്മളെ കൂടെ ഉണ്ട്, അള്ളാഹു നമ്മളെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് അസ്സലാമു അലൈക്കും അയ്യോ നബി പറയുന്നത് ഡയറക്റ്റ്, മനസ്സിലായി? അസ്സലാമു അലൈഹി എന്നല്ല, അസ്സലാമു അലൈക്ക എന്നാ പറയുന്നത്. അത് നമുക്ക് ലാസ്റ്റ് പറയേണ്ടതാണ്. അപ്പൊ ഏതായിരുന്നാലും ശരി, നമ്മൾ നേരത്തെ പറഞ്ഞു ത്വഹാറത്ത് ഇത് മുഖ്യമായ കാര്യമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ മറ്റ് ത്വഹാറത്താണെങ്കിൽ വുളു ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ നജസിൽ ശുദ്ധീകരിക്കലും, ബോഡിയുടെയും അതുപോലെ തന്നെ ആത്മീയമായ ശുദ്ധീകരണം. അത് വുളു ഒക്കെ കാമിലായിരിക്കണം, മനസ്സിലായി? വുളു എടുക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് തലകടവല്. നെറ്റിമങ്ങ തടഞ്ഞിട്ട് പോകുന്ന ആൾക്ക് ഒരുപാട് ആൾക്കാരെ കാണാറുണ്ട്. മഹാനായ ഷാഖുർബാൻ തലയെ റുബയെങ്കിൽ തടവണ്ടേ? അതിന് തലേന്ന് തൂങ്ങിയ മുടിയെ തടഞ്ഞാൽ ഉളുവാവില്ല. അപ്പോ ഉളുവില് തല മുഴുവൻ തടയില്ല, അഫ്ളലായ സുന്നത്താണ്, മനസ്സിലായി പറയുന്നത്? അപ്പൊ അതൊക്കെ മറ്റൊരു സമയത്ത് പറയേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാല് ശുദ്ധി എന്തായിരിക്കണം? ഉളു കാമിലായിരിക്കണം. പിന്നെ നജസിൽ ശുദ്ധിയാവുക, അതുപോലെ തന്നെ ഹറാമ് ആയ വസ്ത്രം ധരിക്കാതിരിക്കുക, കഴിച്ച ഭക്ഷണം ഹലാലായിരിക്കുക, അതൊക്കെ പെട്ടതാണ്. നിബിധങ്ങൾ നമ്മൾ പറയുകയുണ്ടായി, സല്ലല്ലാഹു അലൈഹി വസല്ലം, മതാമുഹു ഹറാമുൻ വമശ്റബുഹു ഹറാമുൻ വഹുസ്സിയ ഫിൽ ഹറാം അന്നാ യുസ്തജാബു ലഹു. എങ്ങനെയാണ് നിനക്ക് ഉത്തരം കിട്ടുന്നതെന്ന് ചോദിക്കുകയാണ്. അവൻ കുടിച്ചത്, ഭക്ഷണം കഴിച്ചത് ഹറാമാണ്. ഹറാമായ ഭക്ഷണം, ഹറാമായ വസ്ത്രം ഹറാമിലാണ് പൊതിഞ്ഞിരിക്കുന്നു. അന്നാ യുസ്തജാബു, എങ്ങനെ ഉത്തരം കിട്ടാനാ? ഹറാമായ ഭക്ഷണവും ഹറാമായ വസ്ത്രവും ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുമായിട്ട് പരിശുദ്ധനായ റബ്ബിനേക്ക് അടുക്കാൻ ചെല്ലുമ്പോൾ ഒരു ഫായിദയില്ല, ഒരു പ്രയോജനമില്ല. മനസ്സിലായി? ഇതൊക്കെ തുടക്കത്തില് നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. അപ്പോൾ നിസ്കാരത്തിലേക്ക് യഥാർത്ഥ ഖുശൂയിലേക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ഇതൊക്കെ, മനസ്സിലായോ? മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു എന്താക്കി? അമ്പ് തറച്ചു. അമ്പ് തറച്ചിട്ട് കാലിൽ അമ്പറച്ചിടാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല, അത്രയും വേദനിക്കുന്നു. അമ്പിന് സിസ്റ്റം ചൂണ്ടല് പോലെയാണ്. അമ്പ് അങ്ങോട്ട് പോയാൽ പറച്ചാൻ കിട്ടില്ല, അത് കീറി പറഞ്ഞ മാംസം കീറി പറഞ്ഞ പുറത്തേക്ക് വരുള്ളൂ. അതിന് സിസ്റ്റം അങ്ങനെ. പക്ഷേ എന്ത് പറഞ്ഞു മഹാനവർകള്? ഞാൻ നിസ്കരിക്കാൻ നിന്നാൽ നിങ്ങൾ പറച്ചോടിയിട്ട് പറഞ്ഞു. നിസ്കരിച്ച് സലാം വീട്ടി സഹാബത്ത് 4 ഭാഗത്തും നിൽക്കുന്നു. എന്തേ സഹാബത്ത് നിൽക്കുന്ന? ഒന്നുമില്ല, ഞങ്ങള് ആ അമ്പോട് പറിച്ചിട്ട് പറഞ്ഞു. ആ അമ്പ് ഇതാക്കിയിട്ടില്ല, പറിച്ചെടുത്ത് ആരറിഞ്ഞില്ല. നിസ്കാരത്തിന് മുമ്പ് പറിക്കാൻ സാധിക്കാത്ത അമ്പാണ് നിസ്കാരത്തിലൂടെ പറിച്ചിട്ടത് അറിഞ്ഞിട്ടില്ല. പറഞ്ഞു മനസ്സിലായി? മഹാന ശുദ്ധിക്കുള്ള നിസ്കരിക്കാൻ നിൽക്കുന്ന ഇതാക്കുന്നു. ചീഞ്ചട്ടി പിന്നെ മത്സ്യം പൊരിക്കുമ്പോൾ ഒരു സൗണ്ട് സൗണ്ടുണ്ടാവില്ലേ, ഹൃദയം കരിയുന്ന ശബ്ദം പുറത്തേക്ക് കേൾക്കാമായിരുന്നു. എണ്ണയ്ക്കകത്ത് മത്സ്യം ഇട്ട് എങ്ങനെ പൊരിയും, അതാണ് ആ ചട്ടിയിലെ ശബ്ദം. അപ്പൊ അങ്ങനെ, അതായത് യഥാർത്ഥത്തിലുള്ള മഹാത്മാക്കളുടെ നിസ്കാരം അങ്ങനെയാണ്. പക്ഷെ നമുക്കങ്ങനെ കഴിഞ്ഞില്ലെങ്കിലും പരമാവധിയിലേക്ക് എത്താനുള്ള ശ്രമം നമ്മൾ നടത്താം. മനസ്സിലായില്ലേ? ആ, ഇനി നമ്മൾ ബാങ്ക് കാമത്തും ഒക്കെ പെട്ടതാ, അതും പറഞ്ഞില്ല, മനസ്സിലായില്ലേ? നിസ്കാരത്തിലേക്ക് ഖുശൂവിന്റെ ഓരോ ഭാഗങ്ങളാണ് ബാങ്ക് കാമത്ത്. എന്താണ് ബാങ്ക്, എന്താണ് കാമത്ത്, അതിപ്പോ പറയാൻ സമയമില്ല, മറ്റു സമയത്ത് പറയാം ഇൻഷാ അല്ലാഹ്.